നമസ്കാരം. SOK വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എങ്ങനെ ശുദ്ധമായ വെണ്ണ അനായാസം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെ പാലാണിത്, അതായത് നാടൻ പശുമ്പാല്. ഇത് 1/2 ലിറ്റർ ഉണ്ട്, 2 ഗ്ലാസ്. ഇനി നമുക്കിത് കാച്ചുന്ന എങ്ങനെയാന്ന് നോക്കാം. ഈ പാല് മൊത്തം ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി ഇത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരമണിക്കൂർ തണുക്കാൻ വയ്ക്കാം. പാല് തണുത്തിട്ടുണ്ട്. ഇനി ഈ സ്പൂൺ വെച്ചിട്ട് ഈ പാട് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി കൊണ്ടുവന്ന് ഒരു ബൗളിലേക്ക് കോരിയിടുക. ഒരു ദിവസത്തെ 200 പാലിൻ്റെ പാൽപ്പാടയാണിത്. ഇത് ഈ വലിയ ബൗളിലേക്ക് ചേർക്കുകയാണ്. ഇത് ഇത്രയും ഞാൻ ഇതേപോലെ ഓരോ ദിവസവും കളക്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ 2-3 ആഴ്ചത്തെ പാൽപ്പാടയാണ്. ഇത് ഇത്രയും. ഈ പാൽപ്പാട ഞാൻ ഇങ്ങനെ എടുത്ത് ശേഖരിച്ച് ഫ്രീസറിൽ വെച്ചതിന് ശേഷം പാല് ഞാൻ ഉറയൊഴിച്ച് തൈരാക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ നല്ല കട്ട തൈരൊഴിച്ച് പകൽ മൊത്തം പുറത്ത് വയ്ക്കണം. രാത്രിയിൽ നമുക്ക് അത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം. ഇനി ഇത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ 1 കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് കൂടെ, ഇപ്പോൾ 2 കപ്പ് വെള്ളമായി. അതിനുശേഷം ഇത് തൈരൊഴിച്ച് നമ്മൾ ഒരു പകൽ മൊത്തം വെളിയിൽ വെച്ചിട്ട് രാത്രിയിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അടുത്ത ദിവസം രാവിലെ ഇതെടുത്ത് ഇതിൻ്റെ പകുതി ഈ ജാറിലേക്കിട്ട്, മൊത്തം ഇത് കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ പകുതി എടുക്കാൻ പറഞ്ഞത്. ഇത് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരണം. ഇത് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിൽ നല്ല വെള്ളം എടുക്കുക, പച്ചവെള്ളം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുന്നേക്കുന്നത് ഇങ്ങനെ സ്പൂണ് വെച്ച് കോരി ഈ വെള്ളത്തിലേക്ക് ഇടണം. ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് ഈ പാത്രത്തിൽ കുറേ വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടെ ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഇത് മിക്സിയിലടിച്ച് ആദ്യം ചെയ്ത പോലെ ബൗളിലേക്ക് എടുത്തിട്ടിട്ട് വരാം. ഇനി ഈ വെള്ളത്തിൽ കിടക്കുന്ന വെണ്ണയെല്ലാം നമ്മളിത് ഇങ്ങനെ സ്പൂണ് വെച്ച് ഉരുട്ടി 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 എടുക്കണം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഉരുണ്ട് വരും. ഇത് കണ്ടോ, എല്ലാം കൂടെ ഇങ്ങനെ ചേർത്തെടുക്കണം. വെള്ളത്തിൽ വെണ്ണ ഇങ്ങനെ കഴുകി എടുക്കുന്നത് ഇതിനകത്തെ പാലിൻ്റെയോ പുളിപ്പിൻ്റെയോ തൈരിൻ്റെയോ ഒക്കെ അംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കി അതിനെ ശുദ്ധമായിട്ട് കോരി എടുക്കുന്നത്. കുറച്ച് സമയം ഇതിനെ സ്പൂൺ വെച്ച് ഇളക്കിയപ്പോൾ ഇതേപോലെ ഉരുണ്ട് വന്നിട്ടുണ്ട്. അതിനെ കോരി നമുക്കിനി ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് എടുത്തതിന് ശേഷം വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഊറ്റിക്കളയണം. വളരെ ശുദ്ധമായ വെണ്ണ ഇവിടെ
തയ്യാറായിട്ടുണ്ട്. ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നു വെണ്ണ. നമുക്കിത് ധൈര്യമായിട്ട് കഴിക്കാം. വളരെ ശുദ്ധമായ വെണ്ണയാണിത്. നിങ്ങളും ഇത് ചെയ്തു നോക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കുമല്ലോ. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ നെയ്യ് ഉണ്ടാക്കുന്നതാണ്. അത് ഈ വീഡിയോയുടെ ബാക്കിയായിട്ടാണ്. അതുകൊണ്ട് അതും എല്ലാവരും കാണണം. ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓളാക്കി ഇടുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.